അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ഷഫീഖ് EP എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ കഴിഞ്ഞ പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ എടുത്തെഴുതുക. താഴെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിലുണ്ടാകും. ശരിയായത് എടുത്തെഴുതുക. ഒന്നാമത്തെ ചോദ്യം, സുലുസുൽ ഖുർആനു. അപ്പോൾ ഈ സുലുസുൽ ഖുർആനു എന്നുള്ളതിനോട് യോജിച്ചത് ഏതാണ്? ആദ്യം നമുക്ക് ആ ബ്രാക്കറ്റ് ഒന്ന് വായിച്ചു നോക്കാം. അൽ ഫാത്തിഹ, ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, അൽ ഇഖ്ലാസ്, അതുപോലെ ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ സുലുസുൽ ഖുർആൻ എന്നുള്ളതിനോട് യോജിച്ചത് അൽ ഇഖ്ലാസു എന്നുള്ളതാണ്. അപ്പോൾ അത് ആ ബ്രാക്കറ്റിൽ എടുത്തെഴുതുക. രണ്ടാമത്തെ ചോദ്യം, സുബൈറു. അപ്പോൾ സുബൈറു ഇബ്നുൽ അവ്വാം, സുബൈറു ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. അപ്പോൾ അതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി മൂന്നാമത്തേത് സഈദു. അപ്പോൾ അതിനോട് യോജിച്ചത് ഏതാണ്? ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. നാലാമത്തേത് ഉമ്മുൽ ഖുർആൻ. ഏതാണ്? അൽ ഫാത്തിഹ. അപ്പോൾ ഫാത്തിഹ എന്നാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. ഇനി അവസാനത്തെ ഒരു ചോദ്യമാണ് സഈദു. എന്താണ് വേണ്ടത്? ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. ശരി അടയാളപ്പെടുത്തുക. അപ്പോൾ അവിടെയും 5 ചോദ്യമാണ്. ഓരോ ചോദ്യത്തിനും 3 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ടാകും. ശരിയായതിൽ നേരെ മാത്രമാണ് ശരി അടയാളപ്പെടുത്തേണ്ടത്. ഒന്നാമത്തേത്, ഭയങ്കരമായ ഒരു തീ പുറപ്പെടും. മശ്രിഖിൽ, യമനിൽ, മഗ്രിബിൽ. ഏതാണ്? യമനിൽ എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. രണ്ടാമത്തത്, വിശ്വാസ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇമാം ഷാഫിഈ, ഇമാം മാലിക്, അബുൽ ഹസനിൽ അശ്അരി. ഏതാണ് ശരി? അബുൽ ഹസനിൽ അശ്അരി എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി മൂന്നാമത്തത്, ഭ്രമണപഥത്തിൽ നീന്തുന്നു. ഗോളങ്ങൾ, മത്സ്യങ്ങൾ, കപ്പലുകൾ. ഏതാണ്? ഗോളങ്ങൾ എന്നുള്ളതാണ് ശരി. അതിന് നേരെ മാത്രം ശരി അടയാളപ്പെടുത്തുക. ഇനി അടുത്തത് 4ാമത്തെ ചോദ്യം, മദ്യപാനം അനുവദനീയമാണെന്ന് പറയൽ. ഷിർക്ക്, റിദ്ദത്ത്, നിഫാഖ്. ഏതാണ് ശരി? റിദ്ദത്ത് എന്നുള്ളതാണ്. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. 5ാമത്തേത്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വധിക്കപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു, മൂസ അലൈഹിസ്സലാം, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഏതാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നുള്ളതാണ് ശരി. അതിന് നേരെ ശരി അടയാളപ്പെടുത്തുക. ഇനി 3ാമത്തെ പ്രവർത്തനം, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അവിടെയും 5 ചോദ്യമാണ്. ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതമാണ്. അപ്പോൾ ശ്രദ്ധിച്ച് എഴുതുക. ഒന്നാമത്തെ ചോദ്യം, ഖുർആനും ഹദീസും സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവരാണ് മുബ്തദിഉകൾ. അപ്പോൾ അവിടെ മുബ്തദിഉകൾ എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തത്, സൃഷ്ടികൾ സാധാരണയിൽ അറിയാത്തത്. സൃഷ്ടികൾ സാധാരണയിൽ അറിയാത്തത് ഏതാണ്? ഐബ്. അപ്പോൾ അവിടെ ഐബ് എന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തത്, അങ്ങേ അറ്റത്തെ താഴ്മ ചെയ്യപ്പെടാൻ അർഹൻ ആരാണ്? അള്ളാഹു. അപ്പോൾ അവിടെ അള്ളാഹു എന്ന് എഴുതുക. 4ാമത്തത്, ഖുർആനിൻ്റെ അവതരണാരംഭം എവിടെ വെച്ചു? ഹിറ ഗുഹയിൽ. അപ്പോൾ ഹിറ ഗുഹയിൽ വെച്ചിട്ടാണ് ഖുർആനിൻ്റെ അവതരണാരംഭം. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കുക. 5ാമത്തത്, പരലോകത്തേക്കുള്ള കൃഷി ഇടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഏതാണ്? ഇഹലോകം. അപ്പോൾ അവിടെ ഇഹലോകം എന്ന് എഴുതി കൊടുക്കുക. 4ാമത്തത്, എണ്ണം എഴുതുക എന്നുള്ളതാണ്. 3 ചോദ്യങ്ങളാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന്, സൂറത്തു മക്കിയയുടെ എണ്ണം എത്രയാണ്? 86 ആണ്. രണ്ടാമത്തെ ചോദ്യം, ഖുർആനിന് മുമ്പ് അവതരിക്കപ്പെട്ട കിതാബുകൾ 3. ഇനി 3ാമത്തെ ചോദ്യം, സൂറത്തു മദനിയയുടെ എണ്ണം 28. ഇനി 5ാമത്തെ ഒരു പ്രവർത്തനമാണ് പൂരിപ്പിക്കുക. ഇന്ന ഡേഷ് അദ്ദിഖ്റ ഡേഷ് ലഹാഫിളൂൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏതൊക്കെയാണ് എഴുതാനുള്ളത്? ഇന്ന നഹ്നു നസ്സൽന എന്നും അതുപോലെ ഇന്ന ലഹു എന്നുമാണ് എഴുതാനുള്ളത്. അപ്പോൾ പൂരിപ്പിച്ചെഴുതുമ്പോൾ ഇന്നാ നഹ്നു നസ്സൽന ദിഖ്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് വരും. രണ്ടാമത്തത്,
അലാ ഇന്ന ഡാഷ് ലാ ഖൗഫുൻ ഡാഷ് യഹ്സനൂൻ. അപ്പോൾ അത് പൂരിപ്പിച്ച് എഴുതുമ്പോൾ എങ്ങനെ വരും? അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന് വരും. മൂന്നാമത്തത് പൂരിപ്പിച്ച് എഴുതുമ്പോൾ എങ്ങനെയാണ് വരിക? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി ഇന്നി ബരീഉ മിൻ കുല്ലി ദീനിൻ യുഖാലിഫു ദീനൽ ഇസ്ലാമി എന്ന് വരും. ഇനി ആറാമത്തെ ഒരു പ്രവർത്തനമാണ് ഉത്തരം എഴുതുക. അപ്പോൾ അവിടെ 4ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ചോദ്യമായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം അദ്ദുആ എന്നാൽ എന്ത്? അപ്പോൾ ദുആ എന്നാൽ എന്ത് എന്നാണ് ചോദ്യം. ഉത്തരം ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് ദുആ. ഒന്നുകൂടെ നോക്കാം. ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയ്ക്കാണ് ദുആ എന്ന് പറയുക. ഇനി രണ്ടാമത്തെ ചോദ്യം ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം ഏതാണ്? അസുന്നത്ത് വൽ ജമാഅ. സുന്നത്ത് ജമാഅത്താണ് ഇസ്ലാമിൻ്റെ യഥാർത്ഥ മാർഗം. ഇനി മൂന്നാമത്തത് ഇജ്മാ എന്നാൽ എന്ത്? എന്താണ് ഇജ്മാ എന്ന് പറഞ്ഞാൽ? അപ്പം അതിൻ്റെ ഉത്തരം ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകളായ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായമാണ് ഇജ്മാ എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ ഒരു ചോദ്യമാണ് നൈൽ നദിക്കുണ്ടായിരുന്ന ഒരു പതിവായിരുന്നു അത് ഏത്? ഉത്തരം ഓരോ വർഷവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അണിഞ്ഞൊരുക്കി നൈലിൽ ഇടണം. ഇതായിരുന്നു നൈൽ നദിക്കുണ്ടായിരുന്ന ഒരു പതിവ്. ഇനി ഏഴാമത്തെ പ്രവർത്തനം സാരം എഴുതാം എന്നുള്ളതാണ്. ഒന്നാമത്തത് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി. അപ്പോൾ ഇതിൻ്റെ സാരം എങ്ങനെ എഴുതും? അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ സ്തുതിക്കലോടൊപ്പം എന്ന് വരും. രണ്ടാമത്തത് ഇന്ന ശിറക ലദുൽമുൻ അളീം. അപ്പോൾ അതെങ്ങനെ വരും? അതിൻ്റെ സാരം നിശ്ചയം അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. ഇനി അടുത്തത് വ്യക്തമാക്കുക എന്നുള്ളതാണ്. ഇബാദത്ത് എന്നാൽ എന്ത്? അതാണ് ചോദ്യം. ഇബാദത്ത് എന്നാൽ എന്ത്? അപ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെ വരും? അങ്ങേ അറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി താഴ്മ ചെയ്യലാണ്. അതിനാണ് എന്ത് പറയുക? ഇബാദത്ത് എന്ന് പറയുക. രണ്ടാമത്തത് മുഅ്ജിസത്ത് എന്നാൽ എന്ത്? ഉത്തരം അമ്പിയാക്കൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. ഇനി 9ാമത്തതാണ് അർത്ഥം എഴുതുക. ബിദ്അത്ത് എന്താണ്? അനാചാരം. അടുത്തത് ഇബാദത്ത് ആരാധന. 3 ഇൽമുൽ ഗൈബ് അദൃശ്യ ജ്ഞാനം. 4 ദാത്ത് സത്ത. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.